ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു, കോൺഗ്രസ് ഹിന്ദു, സെക്യുലാറിസ്റ്റ് ഹിന്ദു, ദേശീയ ഹിന്ദു, തമ്മിലടിക്കുന്ന ഈഴവ ഹിന്ദു, ഹിന്ദു ഒക്കെ പോട്ടെ. ഇതെല്ലാം കൂടെ ഇപ്പൊ ഞാൻ പറഞ്ഞു പോയത്, അങ്ങനെ ധാരാളം ഹിന്ദു ഇപ്പൊ ഉണ്ട്, ലീഡേഴ്സും ഉണ്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇതെല്ലാം കൂടെ കണക്കുകൂട്ടിയെടുക്കുമ്പോ ഇത്രയും ഹിന്ദുക്കൾക്ക് വേണ്ടി വെളിയിൽ നിന്ന് ഏത് രാജ്യത്തിലെ സഹായം നമുക്ക് കിട്ടും? 56 മുസ്ലിം രാജ്യം ഇന്ത്യയിലെ മുസ്ലിമിനെ സഹായിക്കും. 3.5 കോടി ചതുരശ്ര മൈലിലെ ക്രിസ്ത്യാനികൾ ഇന്ത്യൻ ക്രിസ്ത്യാനിയെ സഹായിക്കും. ലോകത്തെ എവിടെ നിന്ന് ഈ ഭാരതത്തിൽ ജനിച്ചു വളർന്ന് ഇനിയും ബാക്കി കിടക്കുന്ന ഈ ഹിന്ദുവിന് എവിടെ നിന്ന് സഹായം കിട്ടും? ഒരു ഉത്തരം കണ്ടെത്തൂ. ലണ്ടനിൽ നിന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ദി ലണ്ടൻ ടൈംസ്, ഇംഗ്ലണ്ടിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ദി ലണ്ടൻ ടൈംസ് എന്ന പത്രത്തിൽ ഒരു പത്രപ്രവർത്തകൻ എഴുതി, വേറൊന്നുമല്ല, A BJP-dominated India is intolerable for Western-educated Indians, including Hindus. But a question, where these Hindus have to go? They have no equivalent to Pakistan. ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് മുസ്ലിമിന് പാകിസ്ഥാൻ ഉള്ളതുപോലെ 56 രാജ്യമുള്ളതുപോലെ ഇവിടത്തെ ഹിന്ദുവിന് ഒരു പിടി മണ്ണിന്റെ പേര് പറയാൻ ഈ ലോകത്തിലില്ല. അങ്ങനെ ലോകത്തെ ആക്രമിക്കാതെ, സാമ്രാജ്യം ഉണ്ടാക്കാതെ, വർഗീയത വളർത്താതെ, കൺവർഷൻ നടത്താതെ, അതേപോലെ ആരാധനാലയങ്ങൾ പൊട്ടിക്കാതെ, ഭണ്ഡാരം കവർന്നെടുക്കാതെ, മഹാമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഗ്രന്ഥങ്ങളെ തകർക്കാതെ ഇത്രയും കാലം ജീവിച്ച ഹിന്ദു ഇവിടത്തെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വർഗീയവാദി എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവനെ കസേരയിലേറ്റാൻ രാഷ്ട്രീയത്തിന്റെ കെണിയൊരുക്കിയ നമ്മൾ ഹിന്ദുക്കളോ ജന്തുക്കളോ? ഇതിന് ഉത്തരം നിങ്ങൾ പറഞ്ഞേ തീരൂ. ഇല്ലെങ്കിൽ സന്യാസത്തിന് ഇത് വേണ്ട. ഒരുപക്ഷെ സന്യാസത്തിന് ഇത് വേണം. അഴിച്ചു വയ്യടാ ഇതെന്ന് പറഞ്ഞാൽ മരണത്തെ ഒരുപക്ഷെ സ്വീകരിച്ചില്ലെങ്കിൽ അഴിച്ചു വയ്ക്കേണ്ടി വരും. ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇവിടുത്തെ ഹൈന്ദവ ജനത നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അന്ന് സെക്കുലാറിസത്തിന് തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല. നമ്മളൊരു